ഉണ്ടാക്കുമ്പോൾ ഇഡ്ഡലി കേട്ടോ. ഇതാ ഇഡ്ഡലി പാത്രം അടുപ്പത്ത് വെച്ചു. ഇതാ അപ്പുറത്ത് കുക്കറിൽ സാമ്പാറിനുള്ള റെഡി ആയിക്കൊണ്ടിരിക്കണം കേട്ടോ. കഷ്ണങ്ങളൊക്കെ മുറിച്ച് അടുപ്പത്ത് വെച്ചു. മുരിങ്ങക്കായ് നന്നാക്കണം. ഞാൻ ഇഡ്ഡലി കിട്ടാൻ വെള്ളം അങ്ങനെ തടവി കൊടുക്കും കേട്ടോ. അപ്പോൾ വേഗം ടീസ്പൂണിലാക്കി വേഗം കിട്ടും. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്കിന്ന് അവക്കാഡോ ജ്യൂസാട്ടോ അടിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ തയ്യാറാക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, തേങ്ങ വറുത്തരച്ചിട്ടാട്ടൊന്ന് സാമ്പാർ വെക്കണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ വറുക്കുകയാണ്. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ കഷ്ണങ്ങളൊക്കെ വേവിച്ച് വെച്ചത്. ഇനി ഇത് നല്ലാണ്ട് മൂത്ത് വന്നത് ശരിക്ക് മുളകും പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് സാമ്പാർ പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി വറക്കും കേട്ടോ. എന്നിട്ട് അരച്ചെടുക്കുക ചെയ്യുക. നല്ല ടേസ്റ്റാണ്. ഒരു നുള്ളി ചെറിയ ജീരകം ഇടുന്നവർക്ക് ഇടാം കേട്ടോ. ഞാൻ ഇടലില്ല, ചെറിയ ജീരകം ഇടുന്നില്ല. സാമ്പാർ പൊടി അങ്ങനെ ഇടില്ല. അൽഹംദുലില്ലാ, അങ്ങനെ 22 നോമ്പായില്ലേ. എത്രയും പെട്ടെന്ന് നോമ്പ് പോയത്. വെയിലും ക്ഷീണമൊക്കെ വെച്ചാലും പെട്ടെന്ന് നോമ്പ് പോയിട്ടോ. അങ്ങനെ കണ്ടോ, മുളകും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് നല്ല ആ തേങ്ങയിൽ നല്ല മസാല സെറ്റായി വന്നിട്ട് നമുക്കത് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, അതിൻ്റെ ഇടയിൽ തണ്ണിമത്തനൊക്കെ മുറിച്ച് കൊലയിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ അവക്കാഡോ ജ്യൂസ് അടിച്ചു. നമുക്ക് ഇഡ്ഡലിയൊക്കെ കാണാം കേട്ടോ. ഇതാ ഇഡ്ഡലിയായി, കട്ട ചട്നി ഉണ്ടാക്കി കേട്ടോ. അപ്പോൾ സാമ്പാർ റെഡിയായി. അങ്ങനെ വറുത്തരച്ച് വെച്ച് അടിപൊളി കേട്ടോ. അങ്ങനെ ചായയുടെയൊക്കെ കഴിഞ്ഞ് വാവക്ക സുൽത്താൻ കൂടിയിട്ട് പോയിട്ടോ, തറവായിക്ക് പോയി. അപ്പോൾ ഷോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അവക്കാഡോ ക്ലാസ്സിലാക്കിയിട്ട് അങ്ങനെ എടുത്തതാട്ടോ. പിന്നെ എല്ലാം കഴിഞ്ഞു. ഞാൻ ഭക്ഷണം കഴിക്കാൻ പോകട്ടോ. അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. നോമ്പ് തുറക്കണതൊന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കഴിക്കാൻ പോവാണ്. ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.